സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതേസമയം ഇതിനു മുമ്പ് എം ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ ഫാദർ ഒരു വൃദ്ധസദനത്തിലായിരുന്നു എന്നൊരു സാധനമാണ് ഇപ്പൊ വളരെയധികം ചർച്ചാ വിഷയമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത്. ഇത് മാറാനുള്ള കാരണം നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പരിപാടിക്കകത്ത് ഒരു പ്രോഗ്രാം എയർ ചെയ്തതാണ്. നമ്മൾ തമ്മിൽ അല്ല, ഇപ്പൊ തമ്മിൽ എന്ന രീതിയിലാണ് ആ പ്രോഗ്രാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനകത്ത് വൃദ്ധസദനങ്ങൾ പെരുകുന്ന കേരളം എന്ന് പറഞ്ഞിട്ട് ഒരു ചർച്ച നടന്നിട്ടുണ്ടായിരുന്നു. ഈ ചർച്ചയിലാണ് ഈ അലിൻ ജോസ് എന്ന് പറയുന്ന ഇദ്ദേഹം അമൃത സുരേഷിന്റെ അച്ഛൻ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നൊരു സ്റ്റേറ്റ്മെന്റ് പറയുകയും ഇത് വളരെ വലിയ ചർച്ചയാകുകയും ചെയ്തു. ഇത് ചർച്ച ആകാനുള്ള കാരണം അമൃതയെ കുറിച്ച് എന്തൊരു സാധനം വന്നാലും അത് വലിയ ചർച്ചാ വിഷയമാണ്. ബാലയുടെ കേസായാലും ഗോപി സുന്ദറിന്റെ കേസായാലും ഇതെല്ലാം നമുക്കറിയാവുന്ന കേസാണ്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയായിട്ട് മാറും. അപ്പൊ ഈ ചർച്ചയായി മാറിയ കൂട്ടത്തിൽ ഈ അമൃത സുരേഷും അല്ലെങ്കിൽ അവരുടെ കുടുംബവും സ്വന്തം അച്ഛനെ കൊണ്ട് വൃദ്ധസദനത്തിലാക്കി, അനാഥ മന്ദിരത്തിലാക്കി എന്നൊക്കെ പറയുന്ന സാധനമാണ് ഇപ്പൊ ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പൊ ഇതിനെ ചൊല്ലി ഈ പുള്ളിക്കാരന്റെ എക്സ്പ്ലനേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ അഭിരാമി സുരേഷ് ഈ വിഷയത്തിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഫേസ്ബുക്കിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഈ വിഷയങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് നമുക്ക് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ കറക്റ്റ് ആയിട്ട് ഇതിനകത്ത് കണ്ടുപിടിക്കാം ആരുടെ ഭാഗത്താണ് ശരി, ആരുടെ ഭാഗത്താണ് തെറ്റുന്നത്. നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക, ഹൈപ്പ് കൊടുത്തേക്കുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. ഞാൻ ഒന്നും പറയാത്തുള്ളൂ, ഇപ്പൊ നിങ്ങൾ ആരും ഇതൊന്നും ചെയ്യുന്നില്ല, അപ്പൊ അതൊക്കെ ഒന്ന് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് ആദ്യം ഇതിന്റെ ബേസിക് സംഭവത്തിലേക്ക് വരാം. ബേസിക് സംഭവം എന്ന് പറഞ്ഞാൽ അമൃത സുരേഷ് സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിവാദ താരമാണ്. അമൃത നല്ല ഇന്റൻഷനിലൂടെയോ മോശം ഇന്റൻഷനിൽ അവർ ഇതുവരെ ഒന്നും പറഞ്ഞു കണ്ടിട്ടില്ല. നല്ല ഇന്റൻഷനോടെ അവർ എന്ത് പറഞ്ഞാലും അത് വലിയൊരു ചർച്ചയായി വലിയൊരു വിവാദമായി മാറുന്ന സാഹചര്യം കുറെ കാലങ്ങൾ കൊണ്ടേ നമ്മൾ കാണുന്നുണ്ട്. ആദ്യ കാലങ്ങളിലെല്ലാം ഇത് ഈ അമൃതയുടെ ഭാഗത്താണ് തെറ്റ്, മറ്റു ഓപ്പോസിറ്റ് നിൽക്കുന്ന നടനാണ് ശരി എന്നുള്ള രീതിയിലെല്ലാം സോഷ്യൽ മീഡിയയിൽ കറങ്ങുകയും പിന്നീട് അമൃത തന്റെ ഭാഗത്താണ് ഇതിന്റെ എല്ലാം ശരി, താനാണ് ശരി, താൻ പറയുന്നതാണ് ന്യായം എന്ന് തെളിയിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്ന സാഹചര്യത്തിലാണ് ഇപ്പോ അമൃതയുടെ ഒരു ആൽബം റിലീസ് ആയിട്ടുണ്ട്. ഈ ആൽബം റിലീസ് ആയപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് 2-3 ഇന്റർവ്യൂ പുള്ളിക്കാരി അതിന്റെ പ്രൊമോഷനായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ പ്രൊമോഷൻ സമയത്ത് പറഞ്ഞൊരു ക്ലിപ്പിലേക്ക് നമുക്ക് വരാം. ഈ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ അമൃത പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതിലേക്ക് നമുക്ക് വരാം. ആദ്യം നമുക്ക് ഈ തമ്മിലിനകത്ത് ഈ അലിൻ ജോസ് എന്ന് പറയുന്ന അദ്ദേഹം, അനിലാണോ എന്ന് എനിക്കറിയില്ല, അനിൽ ജോസ് എന്നാണ് തോന്നുന്നത്, അനിൽ ജോസ് പറയേണ്ടത് കേട്ടോ, അനിൽ ജോസ്. ഇദ്ദേഹം മിത്രകുലം എന്ന് പറയുന്ന ഒരു കമ്മ്യൂണൽ എന്നാണ് അദ്ദേഹം പറഞ്ഞത്, ഒരു സംഭവം മെയിൻറ്റെയിൻ ചെയ്യാണ്. ഇതിനകത്ത് ഇവരൊരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ ആർക്ക് വേണേലും വന്ന് താമസിക്കാം, അവരവരുടെ ചെലവ് വഹിക്കണം, അവർക്ക് കുറെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, സന്തോഷപരമായിട്ട് അവർക്ക് ഈ ഒരു സോഷ്യൽ ലൈഫ് ജീവിച്ചു പോവാം. പ്രായമായവർക്കോ അനാഥരായവർക്കോ അല്ലെങ്കിൽ ആരെങ്കിലും ഉള്ളവർക്കൊക്കെ വന്ന് താമസിക്കാം. ഇവിടുത്തെ ഒരു സോഷ്യൽ ലൈഫ് എക്സ്പ്ലോർ ചെയ്യാം, നിങ്ങളുടെ ചെലവ് നിങ്ങൾ തന്നെ നോക്കാം. ഇതാണ് പുള്ളിയുടെ ഒരു കൺസെപ്റ്റ്. അപ്പോ വൃദ്ധസദനങ്ങൾ കൂടുന്നു എന്ന രീതിയിലാണ് ഈ ഒരു തമ്മിൽ ചർച്ച മുന്നോട്ട് പോയത്. ഇതിൽ നിന്നും ഈ ഒരു ക്ലിപ്പ് മാത്രമാണ് പുറത്തു വന്നതും. ക്ലിപ്പ് പുറത്തു വന്നപ്പോഴത്തേനും ആൾക്കാർ പറഞ്ഞു, അമൃത സുരേഷിന്റെ അച്ഛനെ വൃദ്ധസദനത്തിലാക്കി. ഇതാണ് സംഭവം. നമുക്ക് ആദ്യം പറയുന്ന ക്ലിപ്പ് ഉണ്ട്. നമ്മുടെ ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്, ഡൊണേഷൻ സ്വീകരിക്കില്ല, ഒരു പൈസയും വാങ്ങില്ല. പിന്നെ എങ്ങനെയാ ചെലവ് മീറ്റ് ചെയ്യുന്നത്? അവിടെ ഒരു കമ്മ്യൂൺ ഉണ്ട്, കമ്മ്യൂൺ എന്നാ പറയാ. അവിടെ ആണ് പെണ്ണ് വൈറ്റിലേക്ക് എത്ര പേരുണ്ട് ഇപ്പോ ഇന്ന് നോക്കുകയാണെങ്കിൽ 12 പേര്. ആണ് പെണ്ണ് ട്രാൻസ് സിംഗിൾ പേരന്റ് ലിവിംഗ് ടൂതർ LGBT സീനിയർ സിറ്റിസൺ മാരീഡ് ഡൈവോഴ്സ്ഡ് ഡിസേബിൾഡ് കുഞ്ഞുങ്ങൾ അങ്ങനെ എല്ലാവരും ഒരുമിച്ച് മനുഷ്യന്മാരുടെ എല്ലാ വിഭാഗങ്ങളും ഒരുമിച്ചാണ് താമസിക്കുക. അവിടുത്തെ 4 കണ്ടീഷൻസാ പറയുന്നത്. ഒന്ന്, ജനിച്ചു കഴിഞ്ഞാൽ മരിക്കുന്നവരെ നമ്മുടെ കൂടെയുള്ള ശരീരത്തിന് ഹാനികരമായ എന്തെങ്കിലും ശീലമുള്ളവർക്ക് താമസ സൗകര്യം ഇല്ല. മയക്കുമരുന്ന്, പുകവലി, അത്തരം ശീലമുള്ളവർക്ക്, അത് ഉപയോഗിച്ചിടാനല്ല, ശീലമുള്ളവർ നമ്മളോട് എടുക്കില്ല. രണ്ടാമത്തെ കാര്യം, സ്വന്തം ചെലവെടുക്കണം. മൂന്നാമത്തെ കാര്യം, പാലിയേറ്റീവ് കെയർ ഇല്ല, നമുക്കുള്ള സംവിധാനമില്ല, സ്വന്തം കാര്യം നോക്കാൻ പറ്റുന്നവർക്ക് മാത്രമേ ഉള്ളൂ. അതേസമയം ഇതിനു മുമ്പ് എം ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ് 8 മാസത്തോളം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ട്. അതുപോലെ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഈ സാധനമാണ് വലിയ പ്രശ്നമായിട്ട് മാറിയത്. ഈ ഒരു ഭാഗമാണ് കട്ടിങ് ആയിട്ട് പുറത്തു വന്നത്. ഈ ഐഡിയ സ്റ്റാർ സിംഗറിലെ അമൃതയുടെ അച്ഛൻ സുരേഷ് സാർ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ഇവരുടെ ഒരു ആശയം എന്ന് പറഞ്ഞാൽ വളരെ നല്ല ആശയമാണ്. നമ്മുടെ ഒരു ലോകത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ ഒരു സൊസൈറ്റിയുടെ മിനിയേച്ചറാണ് ഈ പുള്ളിക്കാരൻ അവിടെ ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് പല വിഭാഗത്തിൽപ്പെട്ട ആളുകൾ ഒന്നിച്ചു ചേർന്ന് ആ ഒരു സൊസൈറ്റിയിൽ ജീവിച്ചു പോകുന്നു. അപ്പൊ ഇതിനകത്ത് അവരവരുടെ ചെലവ് അവർ തന്നെ എടുക്കണം. മറ്റേ ഈ പറയുന്ന പാലിയേറ്റീവ് കെയർ ഒന്നും ഇല്ല. സോ ആരോഗ്യമായിട്ടൊക്കെ ഉള്ള സെൽഫ് സഫിഷ്യന്റ് ആയിട്ടുള്ള ആളുകൾക്ക് അവിടെ താമസിക്കാൻ പറ്റത്തുള്ളൂ. അവർക്ക് ചില ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനത്തെ കുറെ കാര്യങ്ങളാണ് ഇദ്ദേഹം മെയിനായിട്ട് പറഞ്ഞത്. ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേനും ഇതിന്റെ താഴെ കമന്റ് ബോക്സുകളിൽ ഒരുപാട് കമന്റുകൾ വന്നു. അച്ഛനെ കൊണ്ട് വൃദ്ധസദനമാക്കി, അങ്ങനെ വൃദ്ധസദനത്തിലാക്കിയിട്ടാണ് മോൾ സൂചിക്കുന്നത്, ഇങ്ങനെ കുറെ സാധനങ്ങൾ വന്നു. ഈ അമൃതയായാലും
അഭിരാമി ആയാലും ഇവർ സഹോദരങ്ങളാണല്ലോ, ഇവർക്ക് ഒരുപാട് ഹെയ്റ്റ് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട്. ആ ഹെയ്റ്റിനെ ഇവര് അഡ്രസ് ചെയ്ത് ഇതിനകത്ത് ശരിയായ വിഷയങ്ങൾ ആൾക്കാരെ ധരിപ്പിച്ച് ഇത് പോസിറ്റീവ് ആക്കി എടുക്കാറാണ് കാലാകാലങ്ങളായിട്ട് സംഭവിച്ചിട്ടുണ്ടിരിക്കുന്ന സാധനം. ഇതിനകത്ത് ഈ സംഭവം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെ കുറിച്ച് ഒരു അലിഗേഷൻ വരുമ്പോഴേ ആൾക്കാരെല്ലാം ഏറ്റെടുക്കും. ഇവള് പ്രശ്നമാ, ഇവള് ലവനെ ചതിച്ചല്ലേ, ഇവള് അവന്റെ കൂടെ പോയതല്ലേ, ഇവള് പ്രശ്നമാ. ഈ ഒരു സിനാരിയോയിലാണ് ഒരുപാട് ആൾക്കാർ ഈ വിഷയത്തിന് എടുക്കുന്നത്. അതിനുശേഷം ഇവര് വന്നിട്ട് ഇതിന്റെ സത്യാവസ്ഥ പറയുമ്പോഴാണ് പല ആൾക്കാർക്കും ഇതായിരുന്നില്ല ഇതിന്റെ സത്യം, ഐ എം ദ സോറിയില്ലേ, നമ്മൾ തെറ്റിദ്ധരിച്ചു എന്നൊരു സാധനത്തിലേക്ക് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിനകത്ത് ചർച്ച തുടങ്ങിയ സാധനം. നമുക്ക് ബാക്കി വെക്കാം. ഞാൻ പോയതിനു ശേഷമാണ് മരിച്ചത്. അപ്പം ഇങ്ങനെ കുറെ പ്രോഗ്രാം ഫ്ലൂട്ട് അദ്ദേഹമാണ് വളരെ ഫേമസ് ആയ ആർട്ടിസ്റ്റ്. മകള് ആ പ്രോഗ്രാം വേണ്ടി വന്ന ഫേമസ് ആയതാണ്. അതർവൈസ് ബോൺ ആയിട്ടുള്ള ടാലന്റ് ഉള്ള അദ്ദേഹത്തിനാണ്. അദ്ദേഹം നമ്മുടെ അടുത്ത് പ്രോഗ്രാം ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അവിടെ നിന്നാണ് പ്രോഗ്രാമൊക്കെ പിന്നെ പോയിക്കൊണ്ടിരുന്നത്. എന്ത് കാരണം നമ്പർ ലിമിറ്റ് ചെയ്യാൻ? ഓക്കെ, ഇതാണ് ബേസിക് സംഭവം. നിങ്ങൾക്ക് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിനെ ചൊല്ലി അഭിരാമി, അമൃത സുരേഷിന്റെ അനിയത്തി, സോഷ്യൽ മീഡിയയിൽ ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. വളരെ നീളമുള്ള കുറിപ്പാണ്. അതിൽ പ്രധാനമായിട്ടൊരു സംഭവം ഞാൻ നിങ്ങൾക്ക് ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. Our life, our family, even my late Achan were dragged into a controversy. A statement made by a respected person on a talk was twisted, misinterpreted and spread everywhere until it became wildfire. As basic സംഭവം ഇതാടെ. അഭിരാമി പറഞ്ഞിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ വലിയൊരു ആശയം ഞാൻ ചുരുക്കി പറയാം കേട്ടോ. അഭിരാമി പറഞ്ഞിട്ടുള്ള സാധനം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ ഞങ്ങളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെ ഞങ്ങൾ ഒരു കോൺട്രവേഴ്സി വരുമ്പോഴത്തേക്ക് ഞങ്ങളെ ഹെയ്റ്റ് ചെയ്യുന്നു, പല കോൺട്രവേഴ്സികളിലേക്ക് ഞങ്ങളെ തള്ളുന്നു. നമ്മളെ ഇഷ്ടപ്പെടുന്ന ആളുകൾ തന്നെ നമ്മളെ കുറിച്ച് ഇങ്ങനെ നെഗറ്റീവ് പറയുമ്പോഴത്തേനും അതിയായ വിഷമമുണ്ട്. ഇപ്പൊ അച്ഛനെ കുറിച്ച് ഇങ്ങനെ ഒരു സാധനം വന്നു, അത് വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടൊരാള് പറഞ്ഞ കാര്യത്തിനെ മിസ്ഇന്റർപ്രറ്റ് ചെയ്തു, മിസ്ലീഡ് ആയി ഈ സാധനം പോയി എന്നുള്ളതാണ് പറയുന്നത്. ഞാൻ ഈ സാധനം ഇവിടെ സൈഡിൽ കൊടുക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും വായിക്കണം എന്നുള്ളവർക്ക് ഇവിടുന്ന് വായിക്കാം. അല്ലെങ്കിൽ അഭിരാമി സുരേഷിന്റെ ഫേസ്ബുക്ക് പേജിൽ പോയി കഴിഞ്ഞാൽ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പുള്ളിക്കാരി അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് പല കാര്യങ്ങളും ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നുണ്ട്. ഇവർ ഫാമിലി തമ്മിലുള്ള ബോണ്ടിനെ കുറിച്ചിട്ട് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഈ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മാറി നിൽക്കുന്ന കാര്യങ്ങളെ കുറിച്ചിട്ട് എല്ലാം പറയുന്നുണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് ജീവിച്ചതാണെന്നുള്ള രീതിയിലൊക്കെയാണ് നമുക്ക് ഇത് വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നമ്മൾ നോക്കുവാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞ ഈ തമ്മിൽ ചർച്ചയ്ക്കകത്ത് ഇദ്ദേഹം പറഞ്ഞ സാധനമാണ് ഇപ്പൊ ഭയങ്കര വൈറലായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, നമുക്ക് അദ്ദേഹം ഇത് ഇത്രയും വൈറലായപ്പോഴത്തേനും പുള്ളി എക്സ്പ്ലനേഷൻ തരാൻ നിർബന്ധിതനായി. അങ്ങനെ പുള്ളി ഇതിന്റെ ശരിയായ ആശയം പറയുന്നു. ഇതൊരു അനാഥ മന്ദിരമല്ല, ഇതൊരു വൃദ്ധസദനമല്ല. ഇവിടെ ആർക്കും വന്ന് നമ്മളൊരു ഹോട്ടലിൽ പോയി പൈസ കൊടുത്ത് റൂം എടുത്ത് താമസിക്കുന്ന പോലെ നിങ്ങൾ വരിക, നിങ്ങൾ പൈസ തരിക, നിങ്ങൾ താമസിക്കുക, നിങ്ങൾ സെൽഫ് സഫിഷ്യന്റ് ആയിരിക്കണം, നിങ്ങൾക്ക് ജോലി ചെയ്യാനുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നോക്കാനുള്ള ആരോഗ്യം നിങ്ങൾക്ക് ഉണ്ടാവണം, നിങ്ങൾക്ക് വന്ന് താമസിക്കാം, നമ്മൾ യാതൊരു വിധത്തിലുള്ള ഡൊണേഷൻ സ്വീകരിക്കുന്നില്ല, വന്ന് താമസിച്ചിട്ട് പോവാം. ഇതാണ് സംഭവം. ഇത് പല ആൾക്കാർ വന്ന് താമസിക്കും. ചിലപ്പോൾ പ്രാപ്തരായിട്ടോ ആരും ഇല്ലാത്തവർ വന്ന് താമസിക്കും. ചിലപ്പോൾ എനിക്ക് ഒരു ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ആളുകൾ താമസിക്കും. ഇങ്ങനെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. നമുക്ക് അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിന്റെ തന്നെ ഫേസ്ബുക്ക് പേജിൽ അദ്ദേഹം ഇട്ട ഒരു സാധനം നമുക്ക് കാണാം. നമസ്കാരം, ഞാൻ അനിൽ ജോസ് ആണ്. മിത്രകുലം എന്ന് പറയുന്ന ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മാനേജിംഗ് ട്രസ്റ്റിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു കമ്മ്യൂൺ ഉണ്ട് നമുക്കിവിടെ. ആണും പെണ്ണും ട്രാൻസും സിംഗിൾ പേരന്റും ലിവിംഗ് ടൂറും LGBT-യും സീനിയർ സിറ്റിസണും മാരീഡും ഡൈവോഴ്സും ഡിസേബിൾഡും ഒരുമിച്ച് താമസിക്കുന്നത്. ഇത് ഒരു അനാഥാലയമല്ല. ഇവിടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കിയ ആൾക്കാർക്ക് വന്ന് താമസിക്കാനുള്ള ഇടമല്ല. ഇവിടെ എല്ലാത്തിനും മനുഷ്യർ ഒരുമിച്ച് താമസിക്കുന്ന ഇടമാണ്. ഈ കഴിഞ്ഞ ദിവസം 24 ചാനലിൽ വന്നിരുന്ന പ്രോഗ്രാം നിങ്ങൾ ശ്രദ്ധിച്ചു കാണും. തമ്മിൽ എന്ന പ്രോഗ്രാമിനകത്ത് ഞാനും ഉണ്ടായിരുന്നു. അതിനകത്ത് പങ്കെടുത്ത് മറ്റെല്ലാവരും തന്നെ ഏതെങ്കിലും ഒരു അനാഥാലയമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരുന്നു. അപ്പൊ അവരെല്ലാം ഇങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ പറയാൻ ശ്രമിച്ച് അനാഥാലയങ്ങളല്ല വേണ്ടിയത്, പകരം കമ്മ്യൂണുകളാണ്. മനുഷ്യന്മാർ ഒരുമിച്ച് താമസിക്കുന്ന ഇടം. പണ്ട് നമ്മൾ ഗോത്രങ്ങളായിട്ട് താമസിച്ചിരുന്നു, അതിനുശേഷം വലിയ ജോയിന്റ് ഫാമിലി ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ അണുകുടുംബങ്ങളായി മാറി വന്നവരോട് പലർക്കും പല പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. കുടുംബങ്ങളാകുമ്പോഴത്തേ പല പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് അങ്ങനെ വരുന്നവർക്കെല്ലാം താമസിക്കാനുള്ള സ്പേസ് ആയിട്ട് കമ്മ്യൂണൽ ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ആ പറഞ്ഞതിന്റെ കൂട്ടത്തിൽ ഞാൻ പറഞ്ഞിരുന്നു, നാട്ടുകാർക്ക് അറിയുന്ന രണ്ടുപേരുടെ പേര് പറഞ്ഞിരുന്നു. അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, MM ലോറൻസിന്റെ മകൻ അഡ്വക്കേറ്റ് എബ്രഹാം ലോറൻസ്, അതേപോലെ തന്നെ അമൃത സുരേഷിന്റെ അച്ഛൻ ഐഡിയ സ്റ്റാർ സിംഗറിലെ ഫേമസ്. ഇദ്ദേഹം ബേസിക് ആയിട്ട് ഇവരുടെ ഒരു പ്രൊമോഷൻ കൂടി ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു, ഇല്ലെന്നൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം ഇല്ലെങ്കിൽ എന്റെ സ്ഥാപനം വളരെ പവർഫുൾ ആണ്, എന്റെ സ്ഥാപനം വളരെ കിടിലുമാണെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ജനങ്ങൾക്ക് അറിയാവുന്ന രണ്ടുപേര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്നുള്ള രീതിയിൽ ഇദ്ദേഹം പറഞ്ഞത്. ഇപ്പൊ ബേസിക്കലി ഞാൻ ഫിനാൻഷ്യൽ ഫീൽഡിൽ, ബാങ്കിങ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. നമ്മളിപ്പോ ഒരു കസ്റ്റമറിനെ കാണുമ്പോഴത്തേന്, ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ഒരു ഡോക്ടറിനെ കാണുമ്പോൾ ഞാൻ പറയും, മറ്റേ ഡോക്ടർ ഇല്ലേ, മറ്റേ രാജേന്ദ്രൻ ഡോക്ടർ നമ്മുടെ കസ്റ്റമറാ, മറ്റേ പുള്ളിക്കാരനുണ്ടല്ലോ, മറ്റേ സുനിൽ ഡോക്ടർ നമ്മുടെ കസ്റ്റമറാ, ഇങ്ങനെ നമ്മൾ പറയും.
ഇതെന്തിനാ നമ്മൾ പറയുന്നത്? മറ്റാളുകൾക്ക് ഒരു ട്രസ്റ്റ് ഉണ്ടാവാനായിട്ട്. ഇത്രയും വലിയ ആളുകൾ നമ്മളോട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മളോട് ഉണ്ടായിരുന്നു, സോ നിങ്ങൾക്ക് നമ്മളെ വിശ്വസിക്കാം, നമ്മൾ ജെന്യൂൻ ആയിട്ടൊരു സാധനമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് പറയുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഇന്ന ആളുകൾ നമ്മളോടുണ്ട്, അപ്പൊ അവര് നമ്മളെ വിശ്വസിച്ചാണല്ലോ ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് നമ്മളിത് പറയുന്നത്. അതേപോലെയാണ് ഇദ്ദേഹം ഈ പറഞ്ഞത്. ഇപ്പൊ നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ അവസാന ഭാഗത്തിൽ പുള്ളിക്കാരന്റെ ഫോൺ നമ്പർ ഇട്ടിട്ട് വീണ്ടും ഒന്ന് പ്രൊമോഷൻ എൻഡോസ് ചെയ്ത് വിടുന്നുണ്ട്. അത് നല്ല കാര്യമാണ്. പുള്ളിക്കാരന്റെ നിലനിൽപ്പിന് വേണ്ടി പുള്ളിക്കാരൻ അത് ചെയ്യാൻ യാതൊരു പ്രശ്നമില്ല. പക്ഷെ അങ്ങനെ പറയുമ്പോഴത്തേനും അത് മറ്റൊരാൾക്ക് ഉണ്ടാക്കുന്ന ഇമ്പാക്ട് നമ്മൾ ചിന്തിക്കണം. ഇപ്പൊ നിങ്ങൾ അത് അവിടെ വന്നിരുന്നിട്ട് ഇന്ന ആളുകൾ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇത് ഇത്രയും പ്രശ്നമായത്. അതേസമയം നിങ്ങൾക്ക് പറയായിരുന്നു ഇന്ന ആൾക്കാർ നമ്മുടെ അവിടെ വന്ന് ഇങ്ങനെ പോവായിരുന്നു. ഇപ്പൊ ഇനി നമ്മൾ മുമ്പോട്ട് കേൾക്കുന്നിടത്ത് പുള്ളിക്കാരൻ കുറെ സാധനങ്ങൾ പറയുന്നുണ്ട്. അമൃതയും അഭിരാമിയും അവരുടെ അമ്മയും എല്ലാവരും കൂടെ വന്നിട്ടുണ്ട്. ഈ സ്റ്റേറ്റ്മെന്റും കൂടെ അവിടെ നമുക്ക് പറയായിരുന്നു. വൃദ്ധസദനത്തിനെ കുറിച്ചുള്ള ഒരു ചർച്ചയായി മാറുമ്പോൾ അത് ജനങ്ങളിലേക്ക് തെറ്റിദ്ധരിപ്പിക്കുന്ന പോലെയാണ് പോയത്. ഇവര് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ചെയ്തല്ല കേട്ടോ, അങ്ങനെ മിസ്ഇന്റർപ്രറ്റ് ആയി പോയതാ. നമുക്ക് ബാക്കി കേട്ടോ. അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ് സാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പം കമ്മ്യൂണായിട്ട് ജീവിക്കാനുള്ള ഇഷ്ടം കൊണ്ടാണ് അവർ വന്നിരുന്നത്. എബ്രഹാം ലോറൻസ് സാറിനെ ആണെങ്കിൽ ആദ്യത്തെ സ്ട്രോക്ക് കഴിയുമ്പോൾ എനിക്കറിയില്ല, രണ്ടാമത്തെ സ്ട്രോക്ക് കഴിഞ്ഞിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നടന്നതിന് ശേഷമാണ് എൻ്റെ അടുത്ത് വന്നത്, വർത്താനം പറഞ്ഞത്, സംസാരിച്ച് ബന്ധപ്പെട്ടു. അപ്പോഴത്തേക്കാണ് പറഞ്ഞു ഞാനില്ല, ഇങ്ങനെ കമ്മ്യൂണിലാണ് എനിക്ക് താമസിക്കേണ്ടത്, എനിക്കിനി വീടുകളല്ല താമസിക്കേണ്ടത് അദ്ദേഹം പറഞ്ഞിട്ട് അടിസ്ഥാനത്തിലാണ് അദ്ദേഹം അവിടെ താമസിച്ചത്. അതുപോലെ ഈ സുരേഷ് സാർ അദ്ദേഹത്തിന്റെ അമ്മയും കൂടെ ആദ്യം വന്നത്, 96 വയസ്സുള്ള അമ്മ. അപ്പം അമൃത മാമിന്റെയും ഇവരുടെയൊക്കെ കൂടെ പ്രോഗ്രാമിന് പോകുന്ന സമയത്ത് ഈ അമ്മ ഒറ്റയ്ക്കായി പോകുന്ന ഒഴിവാക്കാൻ വേണ്ടി ഇങ്ങനെയുള്ള കമ്മ്യൂണി അന്വേഷിച്ചു എന്ന് കണ്ടെത്തിയതാണ്. അപ്പോൾ അമ്മ അവിടെ കുറെ കാലം താമസിച്ചു, 1-2 മാസം അവിടെ താമസിച്ചിരുന്നു. അപ്പോൾ ഒരു ബൈസ്റ്റാൻഡർ നിർത്തിയിട്ടാണ് താമസിച്ചിരുന്നത്. അതിനുശേഷം അമ്മ പോയി കഴിഞ്ഞ ശേഷം സുരേഷ് സാർ ഞങ്ങളുടെ ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഒരു ട്രസ്റ്റി ആയിട്ട് നമുക്ക് ഫോർമാലിറ്റീസ് ട്രസ്റ്റി ആയിട്ട് ജോയിൻ ചെയ്തു. അതിനുശേഷം അദ്ദേഹം പറഞ്ഞു എനിക്കും ഇടയ്ക്ക് ഇവിടെ വന്ന് താമസിക്കാൻ പറ്റുമോ? കാരണം വെച്ചാൽ ഈ മനുഷ്യന്മാരുടെ കൂടെ ഞങ്ങളൊരു 10-40ഓളം പേരുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരം ഇരുന്ന് ചർച്ച ചെയ്യൽ പരിപാടികളൊക്കെയാണ്. ഓരോരുത്തരും അവരുടെ എക്സ്പെൻസ് എടുക്കണം. അവിടെ 4 കണ്ടീഷൻസ് ഞാനത് പറഞ്ഞിട്ടുണ്ട്. ഈ പുള്ളിക്കാരന്റെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. സോ ഈ അഭിരാമി സുരേഷിന്റെ അല്ലെങ്കിൽ അമൃത സുരേഷിന്റെ അച്ഛൻ സുരേഷ്, അദ്ദേഹം ഇതിന്റെ ഒരു വലിയ ഉന്നത തലത്തിലേക്ക് പോകുന്ന രീതി വരെ പോയി. അപ്പൊ പുള്ളിക്കാരൻ സ്വന്തം ഇഷ്ടത്തോടെ എനിക്ക് ഈ സാധനം എക്സ്പ്ലോർ ചെയ്യണം എന്ന ആഗ്രഹത്തോടെയാണ് ഇതിലേക്ക് പോയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴായിട്ട് പല പ്രശ്നങ്ങൾ സംഭവിക്കുന്നുണ്ട് ഈ അമൃത സുരേഷിന്റെ അല്ലെങ്കിൽ അഭിരാമി സുരേഷിന്റെ കുടുംബത്തെ ചുറ്റിപ്പറ്റി. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ഈ പ്രശ്നങ്ങൾ സംഭവിക്കുമ്പോൾ ജനങ്ങൾ ഒന്നടങ്കം ഇവർക്കെതിരെ സംസാരിക്കുകയും അതിനുശേഷം ഇവരുടെ സൈഡിൽ നിന്ന് ഒരു എക്സ്പ്ലനേഷൻ വരുമ്പോഴത്തേനും അയ്യോ ഇവരായിരുന്നല്ലോ ശരി എന്നുള്ള രീതിയിൽ ഇവരെ അനുകൂലിച്ച് സംസാരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ ഈ എതിരെ സംസാരിക്കുമ്പോൾ ഇവർ ഒരുപാട് മാനസിക സമ്മർദ്ദത്തിലൂടെയാണ് ഈ കുടുംബം പലപ്പോഴായിട്ട് പല ആൾക്കാരും ചെയ്യുന്ന സൈബർ ബുള്ളിങ്ങിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു മനുഷ്യൻ എനിക്ക് ഇന്നടത്ത് താമസിക്കാൻ ആഗ്രഹമുണ്ട്, ഫോർ എക്സാമ്പിൾ എനിക്ക് ടൂർ പോയി ഈ ഹോട്ടൽസിലോ ലോഡ്ജിലോ ഒക്കെ താമസിക്കാൻ ഇഷ്ടമാണ്, ഞാൻ അങ്ങനെ പോയി താമസിക്കുന്നതിന് അതെങ്ങനെ തെറ്റ് പറയാൻ പറ്റും? അല്ലെങ്കിൽ ഇവരത് ഒഴിവാക്കി എന്ന് പറയാൻ ഒരിക്കലും പറ്റില്ല. ഒഴിവാക്കി എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളതിന്റെ 2 കാരണങ്ങൾ ഞാൻ പറയാം. ഒന്ന്, ഇവർ ഒഴിവാക്കിയതാണെങ്കിൽ ഈ അച്ഛൻ മരിച്ച സമയത്ത് ഇവർ പൊട്ടിക്കരേണ്ട ആവശ്യമില്ല, അവരങ്ങനെ വിഷമം വരേണ്ട ആഗ്രഹമില്ല. പോട്ടെ, ഇനി അത് കാണുന്ന ആൾക്കാർക്ക് അവർ അഭിനയിച്ചാണെന്ന് തോന്നിയെന്നിരിക്കട്ടെ. രണ്ടാമത്തെ കേസ്, ഇദ്ദേഹം ഇപ്പൊ പറയുന്നുണ്ട് ആ ഒരു സമയത്ത് ഇവരുടെ ഈ അമൃത സുരേഷും അഭിരാമി സുരേഷും ഇവരുടെ അമ്മയും വന്നിട്ടാണ് പ്രോഗ്രാമിൽ കൂട്ടിക്കൊണ്ടുപോയത്. സോ ഇവർക്കിടയിൽ ഒരു കറക്റ്റ് ആയിട്ടുള്ള കോണ്ടാക്ട് ഉണ്ട്. അല്ല ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോരുത്തരാണ് അങ്ങനെ പോയി കാണേണ്ടതോ അതിന് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടു പോകേണ്ടതോ അദ്ദേഹത്തെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതോ ആയിട്ടുള്ള ആവശ്യങ്ങളില്ല. രണ്ടാമത്തെ കാര്യം, ഈ അമൃത സുരേഷ് എല്ലാവരെയും ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. ഐ തിങ്ക് അഭിരാമി സുരേഷും അങ്ങനെ ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ അവരുടെ വിവാഹ ബന്ധങ്ങൾ നോക്കിയാൽ തന്നെ അവര് ഭയങ്കരമായിട്ട് ഓരോ ആൾക്കാരെ വിശ്വസിച്ച് അതിൽ നിന്നും പണി കിട്ടിയ ആളുകളാണ്. ഇവരാണ് അതിനകത്ത് വിക്റ്റിമായി പോയിട്ടുള്ളത്. ഇവരാണ് അനുഭവിച്ചത് മൊത്തം മറ്റേയാളുടെ പ്രശ്നമുണ്ട്, അയാളെ ഓവറായിട്ട് വിശ്വസിച്ചു എന്നുള്ള കാരണത്താൽ. ഓക്കെ, നമ്മൾ ഇനി ആദ്യം പറഞ്ഞ സാധനത്തിലേക്ക് വരാം. അമൃത സുരേഷിന്റെ ഒരു ആൽബം പുതിയതായിട്ട് റിലീസ് ആയിട്ടുണ്ട്. ആൽബം സോങ് എന്തോ ഒരു മ്യൂസിക്കൽ പരിപാടി റിലീസ് ആയിട്ടുണ്ട്. ആ സമയത്ത് അമൃത പല ചാനലുകളിലും ഇന്റർവ്യൂ കൊടുത്തു. ഈ ഇന്റർവ്യൂവിനകത്ത് പല വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതൊരു ഒരു പാട്ടിന്റെ പ്രൊമോഷൻ ആണെങ്കിൽ പോലും ഇതിനകത്ത് കൂടുതലും അമൃത പേഴ്സണലി ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അങ്ങനെ ഒരു സമയത്ത് ഈ അമൃതയുടെ 2ാമത്തെ ഭർത്താവായിട്ടുള്ള ഗോപി സുന്ദറിനെ ജസ്റ്റ് ഒന്ന് പരാമർശിക്കുന്നുണ്ട്. എല്ലാ ഇന്റർവ്യൂവിലും ഈ പരാമർശങ്ങളൊക്കെ വരുന്നുണ്ട്. ഗോപി സുന്ദറിനെ കുറിച്ച് പരാമർശിച്ചപ്പോ അദ്ദേഹത്തിന്റെ അമ്മയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. അപ്പോ അത് അമ്മായിയമ്മയാണ്, അയാളുമായിട്ടുള്ള ബന്ധം ഇപ്പൊ വിച്ഛേദിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ പോലും ഈ അമ്മയെ കുറിച്ച് അമൃത പറയുന്നുണ്ട്. അയാൾക്കും നേരത്തെ ഞാൻ പറഞ്ഞ പ്രതിപക്ഷ ബഹുമാനം എന്ന് പറഞ്ഞ പോലെ അയാൾക്ക് കൊടുക്കുന്ന ഒരു കൈൻഡ് ഓഫ് കെയർ ഉണ്ട് അമൃത. അതായത് ഒരാളുടെ അമ്മ മരണപ്പെട്ടപ്പോൾ അവരോടുള്ള എല്ലാ സ്നേഹവും ഒരു പോസ്റ്റിൽ ഉൾപ്പെടുത്തുകയാണ് ചെയ്തത്. അതെനിക്ക് ഭയങ്കര ഹാർട്ട് വാമിംഗ് ആയിട്ട് തോന്നി. അതായത് 2 പേര് പിരിഞ്ഞു പോയാലും അവരുടെ ഇടയിൽ കൊടുക്കുന്ന മ്യൂച്വൽ ബഹുമാനം, ഊഷ്മളത,
അതൊരു മാതൃകയാണ്, അതൊരു നല്ല മാതൃകയാണ്. Congratulations. Thank you. എനിക്കതൊന്ന് പറയണമെന്ന്. Again, ഞാൻ പറഞ്ഞില്ലേ, നമ്മള് അന്ന് ഏത് സമയത്താണ് ഒരു ഡിസിഷൻ എടുത്തത്, അന്ന് നമ്മൾ 100% ഇഷ്ടത്തോടെ ചെയ്തൊരു ഡിസിഷൻ ആയിരുന്നു. അന്ന് അവരുടെ അമ്മ എന്റെ അമ്മയെന്ന് ഞാൻ പറഞ്ഞോണ്ടിരുന്നല്ലേ, അതൊരു കാലം കഴിയുമ്പോഴത്തേക്കും നീ പോടാ എന്ന് പറയാൻ പറ്റുമോ നമുക്ക്? അത് ശരിയല്ലല്ലോ. അപ്പൊ അന്ന് എന്റെ ജെന്യൂൻ ആയിട്ടുള്ള ഒരു ഇമോഷൻ ആയിരുന്നു, അത് അവിടെ നിൽക്കുന്നുണ്ട്, അത് ഇപ്പോഴും അവിടെ ഉണ്ടാവും. അത് അങ്ങനെ അദ്ദേഹം അതേപോലെ എനിക്ക് ഈ അമൃതയായിട്ട് ഏറ്റവും കൂടുതൽ കണക്ട് ആവുന്ന സാധനം, ഈ അമൃതയെ പോലെ ഞാനും ചില ആൾക്കാരോട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇമോഷണലി ഭയങ്കരമായിട്ട് കണക്ട് ആവും. പക്ഷെ ഞാൻ അങ്ങനെ കണക്ട് ആവാൻ വേണ്ടി പാടാ. അപ്പൊ പുള്ളിക്കാരി ഇയാളുമായിട്ട് നമ്മൾ ബന്ധം വേർപിരിഞ്ഞു, വിച്ഛേദിച്ചു. പക്ഷെ ആ അമ്മ ഞാൻ ഈ സമയത്ത് എന്റെ സ്വന്തം അമ്മയെ പോലെ കാണുകയും ആ അമ്മയെ ഞാൻ സ്നേഹിക്കുകയും ചെയ്തു. അമ്മയായിട്ട് എനിക്ക് യാതൊരു പ്രശ്നമില്ല. അതുകൊണ്ട് അവരുടെ മരണസമയത്ത് ഞാൻ ഇങ്ങനെ അവരെ കുറിച്ച് പരാമർശിച്ചു അല്ലെങ്കിൽ ആ ഒരു വിഷയത്തിൽ അവർക്ക് സംസാരിക്കണം എന്നുള്ള യാതൊരു കാര്യമില്ല. അങ്ങനെ ഇട്ടാൽ തന്നെ ചോദ്യങ്ങൾ വരുമെന്ന് അറിയാം. വേർപിരിഞ്ഞ ഒരാളുടെ അമ്മയെ കുറിച്ചുള്ള സംസാരം വരുമ്പോഴത്തേനും അല്ലെങ്കിൽ ഒരു പോസ്റ്റ് ഇടുമ്പോഴത്തേനും അതിനെ ആൾക്കാർ നെഗറ്റീവായിട്ട് പറയുമെന്ന് അറിയാം. എന്നിട്ട് പോലും അവര് അതിനെ ആ ഒരു സംസാരം സംസാരിച്ചു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവർ പോസ്റ്റ് ഇട്ടു എന്നുള്ളതാണ്. സോ അങ്ങനെ ഈ ഒരു ബന്ധവുമില്ലാത്ത ഒരാളെ പോലും ഇത്രയും കെയറോടെ കാണുന്ന ഒരാള് സ്വന്തം അച്ഛനെ ഈ പറയുന്ന പോലെ വൃദ്ധസദനത്തിൽ പോയിരുന്നോ നമ്മളിവിടെ സൂക്ഷിച്ച് ജീവിച്ചോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല. ഈ അച്ഛൻ മരിക്കുന്നതിന് കുറച്ച് നാളുകൾക്ക് മുമ്പേ ഈ അച്ഛനും അമ്മയും എല്ലാം കൂടെ ചേർന്ന് അവരൊരു സെലിബ്രേഷൻ ചെയ്യുന്ന വീഡിയോയും കാര്യങ്ങളൊക്കെ ഒരു സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അതെനിക്ക് തോന്നുന്നില്ല ഈ അമൃത ഇങ്ങനെ അല്ലെങ്കിൽ ഈ ഒരു കുടുംബം ഇങ്ങനെ ഒഴിവാക്കിയതാണ്. പുള്ളിക്കാരന്റെ സ്വന്തം ഇഷ്ടത്താൽ അവിടെ പോയി താമസിച്ചു. എന്നിട്ട് ആ തമ്മിൽ പ്രോഗ്രാമിനകത്ത് തന്നെ പറയുന്നുണ്ട് അദ്ദേഹം അതിനുശേഷം തിരിച്ച് വീട്ടിലേക്ക് പോയതിനു ശേഷമാണ് മരണപ്പെട്ടത്. ഇപ്പൊ ആ മരണത്തെ ദുരൂഹതയൊക്കെ പറഞ്ഞുകൊണ്ട് കുറെ എണ്ണം വന്നിട്ടുണ്ട്. കൊള്ളാടെ, എന്തായാലും കൊള്ളാം. നമ്മൾ കാര്യം മനസ്സിലാക്കി വിമർശിക്കാൻ ശ്രമിക്കുക. ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ കമന്റുകളെ രേഖപ്പെടുത്താൻ ശ്രമിക്കാം.